ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സമർപ്പണം എന്ന വിഷയവുമായി നിങ്ങളുടെ മുന്നിൽ കടന്നു വരുവാൻ ദൈവം എന്നെ സഹായിച്ചതിനായി ദൈവത്തിന് സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, സമർപ്പണം ഉള്ളവരായിരിക്കണം. ആംഗ്ല ഭാഷയിൽ പറയുകയാണെങ്കിൽ ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കണമെന്നാണ്. ഒരു സമർപ്പണം ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഏത് ദൗത്യമായിരുന്നാലും ശരി അത് പൂർണ്ണമായിട്ട് ചെയ്തു തീർക്കുവാനും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾക്ക് അവർ പ്രതീക്ഷിക്കുന്ന വിധത്തിൽ നമ്മൾ പൂർത്തീകരിക്കുവാനും സാധിക്കുകയുള്ളൂ. സമർപ്പണം ഇല്ലെങ്കിൽ നമ്മുടെ ദൗത്യങ്ങളിൽ നമ്മൾ പരാജിതരായി കാണപ്പെടുന്നു. ദൗത്യത്തിൽ നാം മുന്നേറണമെങ്കിലും സമർപ്പണം അധികമായി നമുക്ക് ആവശ്യമുണ്ട്. എന്തു തന്നെയായിരുന്നാലും നമ്മളൊരു കാര്യം നിലനിർത്തണമെങ്കിൽ സമർപ്പണം ഉണ്ടായെങ്കിൽ മാത്രമേ മതിയാകൂ. ഇവിടെ വാഹിൻ എന്ന് പറഞ്ഞായ കപ്പലിൽ സ്റ്റീഫൻ ഓ നീൽ എന്ന് പറഞ്ഞ 12 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയും അവൻ്റെ കുടുംബവും അവർ യാത്ര ചെയ്യുന്നു. ന്യൂസിലാൻഡിൽ ഉള്ളതായ പ്രദേശത്താണ് ഇവർ അവിടെയുള്ള കടലിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. പെട്ടെന്ന് ബാരിയറ്റ് റീഫ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശത്തൂടെ ഈ കപ്പൽ കടന്നു പോകുമ്പോൾ പാറക്കെട്ടുകളിൽ അത് തട്ടിത്തടഞ്ഞ് ആ കപ്പലിന് മുന്നോട്ട് നീങ്ങുവാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. അവിടെ നിന്ന് ആ കപ്പലിൽ നിന്നുള്ളതായ യാത്രക്കാരെല്ലാം വളരെയധികം പ്രയാസം അവർക്ക് നേരിട്ടു. അങ്ങനെ അവിടെ നിന്നും കരയ്ക്ക് എത്തിച്ചേരുമോ എന്നുള്ള സംശയത്തോടു കൂടി അവർ അവിടെ ആയിരുന്നു. എന്നാൽ തക്ക സമയത്ത് ഇവർക്ക് രക്ഷാ ബോട്ടുകൾ അവിടെ ലഭിച്ചു. ഇതിനു മുൻപായിട്ട് ആ രക്ഷാ ബോട്ടുകൾ എത്തുന്നതിന് മുൻപായിട്ട് 12 വയസ്സ് പ്രായമുള്ള സ്റ്റീഫൻ നീൽ എന്ന് പറഞ്ഞ ആ കുട്ടി അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താണെന്നറിയാമോ? ദൈവമേ, എന്നെയും എൻ്റെ മാതാപിതാക്കളെയും കർത്താവായ ദൈവം കരയ്ക്ക് എത്തുവാനായിട്ട് സഹായിക്കുമെങ്കിൽ ജീവിതത്തിലുടനീളം നിനക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു ദാസനായി ഞാൻ ജീവിക്കും എന്ന് 12 വയസ്സ് പ്രായമുള്ള ആ സ്റ്റീഫൻ ഓ നീൽ എന്ന് പറഞ്ഞ ആ കുട്ടി താൻ ഒരു സമർപ്പണം ചെയ്യുകയുണ്ടായി. ഇതുപോലെ തന്നെ നാം എത്ര പേര് ഇതുപോലുള്ളൊരു സമർപ്പണം നമ്മൾ എടുത്തിട്ടുണ്ട് പ്രിയമുള്ളവരെ. സ്റ്റീഫൻ ഓ നീൽ തൻ്റെ പിതാവായ ക്ലാരി ഓ നീലിനോട് ആ പറഞ്ഞതായ കാര്യങ്ങൾ പിന്നീട് അവൻ്റെ ജീവിതത്തിൽ അപ്രകാരം തന്നെ ചെയ്യുകയും ദൈവത്തിനു വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഒരു നല്ലൊരു ദൈവദാസനായി ജീവിക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ സമർപ്പണം ഇല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ തോറ്റു പിന്മാറിപ്പോകുന്ന അനുഭവങ്ങളുണ്ട്. പ്രവാചകൻ്റെ ജീവിതത്തിൽ, യോനാ പ്രവാചകൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? തൻ്റെ ജീവിതത്തിൽ തനിക്ക് ആ സമർപ്പണം ഇല്ലാത്തത് കൊണ്ട് നിനവേയ്ക്ക് പോകുവാൻ പറഞ്ഞപ്പോൾ അവൻ തർശീസിലേക്ക് പോയി. നിനവേയിലേക്ക് കപ്പൽ കയറുന്നതിന് പകരമായി അവൻ തർശീസിലേക്കുള്ള കപ്പലിൽ കയറി സഞ്ചരിച്ചു. എന്നാൽ അവസാനമായി അവൻ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ വേദപുസ്തകങ്ങളിൽ നിങ്ങൾ തിരിക്കുക. യോനയുടെ പുസ്തകം 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ എന്താണ് ഇവിടെ പറയുന്നതെന്ന് നോക്കാം. ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും. ഞാൻ നിനക്ക് യാഗം അർപ്പിക്കും. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. രക്ഷ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് വരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് രക്ഷ വരുന്നു. ഞാൻ നേർന്നിരിക്കുന്നത് ആ നേർച്ച ഞാൻ കഴിക്കും. സ്തോത്രനാദത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തും. രക്ഷ അത് യഹോവയിൽ നിന്ന് വരുന്നു എന്ന് ഇവിടെ പ്രവാചകനായ യോന പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തൻ്റെ ജീവിതത്തിൽ അല്പം സമർപ്പണം ഇല്ലാത്തതിൻ്റെ ഇതിൽ നാം നോക്കുമ്പോൾ
കപ്പൽ ആടി ഉലയുകയും അത് നാശത്തിൻ്റെ വക്കോളം എത്തി അവസാനമായി ഈ പ്രവാചകനെ കടലിലേക്ക് എറിയുവാനായിട്ട് ചീട്ടിട്ട് അവൻ്റെ പേര് വരികയും ആ സമുദ്രത്തിലേക്ക് ആഴങ്ങളിലേക്ക് തന്നെ എടുത്തെറിയുവാനായിട്ട് പറയുന്നു. യോന പ്രവാചകനെ ദൈവം യോനയെ അവിടെ നിന്ന് ഒരു പ്രത്യേകമായ ഒരു വാഹനത്തിൽ സഞ്ചരിക്കുവാനായിട്ട്, ഒരു മത്സ്യത്തിൻ്റെ വയറ്റിൽ അവൻ പ്രവേശിച്ച് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുവാനായിട്ട് ദൈവം അവനെ സഹായിക്കുന്നു, ദൈവം അവനെ കരുതുന്നു. അവസാനമായി പറയുന്നതെന്ന് പറഞ്ഞാൽ അവൻ പറയുന്നു, രക്ഷ എന്നത് യഹോവയിൽ നിന്ന് വരുന്നു, അവനാണ് അവനെ മഹത്വപ്പെടുത്തുക എന്നും അവൻ സ്തുതിച്ചതും അവനെ മഹത്വപ്പെടുത്തിയായ അനുഭവമാണ് നാം കാണുന്നത്. പ്രിയമുള്ളവരെ, സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് പല തലങ്ങളിലും പല വ്യക്തികളുമായിട്ടും പല ദേശങ്ങളിലും പല സ്ഥലങ്ങളിലും നമ്മൾ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. ഏത് തലത്തിലും ആയിരുന്നാലും ശരി, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് സമർപ്പണം ഉണ്ടെങ്കിൽ മാത്രമേ നിൻ്റെ ജീവിതത്തിൽ ഒരു ദൃഷ്ടാന്തം ഉണ്ടാവുകയുള്ളൂ. ഒരു നന്മയുടെ ഒരു ദൃഷ്ടാന്തമായി നിനക്ക് മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഇവിടെ നാം കാണുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമായി നമ്മൾ സമർപ്പണമുള്ള വ്യക്തികളായിട്ട് നാം കാണപ്പെടുന്നുണ്ടോ? മറ്റുള്ളവർ ഈ വ്യക്തിയെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, എന്ന് നമ്മൾ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. വളരെയധികം സിൻസിയറായിട്ട് വളരെയധികം സമർപ്പണത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് പലരും നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടോ? നമുക്ക് ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 7-ാമത്തെ വാക്യം നമുക്ക് പരിശോധിക്കാം. ഉൽപ്പത്തി 45:7 നമുക്ക് പരിശോധിക്കാം. എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ എന്നെ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവം അത്രേ എന്നെ ഇവിടെ അയച്ചത് എന്ന് അവിടെ യോസേഫ് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നെ ഇവിടെ അയച്ചത് എന്താണ്? വലിയൊരു രക്ഷ ഒരുക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ആ രക്ഷാ പദ്ധതി നിവർത്തി ചെയ്യുവാനായിട്ട് ദൈവം എന്നെ ഇവിടെ അയച്ചിരിക്കുന്നു. നിങ്ങളല്ല എന്നെ ഇവിടെ അയച്ചത്, എന്നാൽ ദൈവമാണ് എന്നെ ഇവിടെ അയച്ചത്. പ്രിയമുള്ളവരെ, യോസേഫിൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു സമർപ്പണമുള്ള ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തോട് സമർപ്പണമുള്ള ഒരു വ്യക്തിയായിരുന്നു. തനിക്ക് ലഭിച്ച ആ ഉത്തരവാദിത്തത്തിന്മേൽ വലിയ സമർപ്പണമുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് അവിടെ ആ മിസ്രൈമിൽ വലിയൊരു സ്ഥാനത്തേക്ക് എത്തുവാനായിട്ട്, ഒരു പ്രധാനമന്ത്രിയുടെ പദവി അലങ്കരിക്കുവാനായിട്ട് അവിടെ യോസേഫിന് ദൈവം ആ അവസരം നൽകിയതായിട്ട് നമുക്ക് കാണുന്നു. പ്രിയമുള്ളവരെ, ആയതിനാൽ അവിടെ പറയുന്നത് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു അവിടെ രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. അപ്പോൾ ദൈവമാണ് നമ്മളെ പല സ്ഥലങ്ങളിലേക്കും മേഖലകളിലേക്കും നമ്മളെ അയക്കുന്നത്. നമ്മൾ എവിടെയായിരുന്നാലും ശരി, ദൈവം നമ്മളെ നയിക്കുന്നു എന്ന് നമ്മളൊരു ചിന്ത നമുക്ക് ഉണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് സമർപ്പണം ഉള്ളവരായി നാം കാണപ്പെടണം. യോസേഫിൻ്റെ വിജയം എന്നത് അവൻ്റെ സമർപ്പണമാണ്. യോസേഫിൻ്റെ വളർച്ച എന്നത് അവൻ്റെ സമർപ്പണമാണ്. നമ്മുടെയായ വിജയവും നമ്മുടെയായ വളർച്ചയും അത് സമർപ്പണത്തിലൂടെ തന്നെ ആയിരിക്കണം. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നിങ്ങൾ അനേക കാര്യങ്ങളിൽ നിന്ന് മുന്നേറണമെന്നുള്ള ചിന്തകളുള്ള വ്യക്തികളായിരിക്കാം. എന്നാൽ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് സമർപ്പണമുണ്ടെങ്കിൽ നിനക്കത് മുന്നേറുവാനായിട്ട് സാധിക്കുമെന്നതിൽ സംശയമില്ല. മുന്നോട്ട് നമുക്ക് പോകാം. അതിൻ്റെ 5-ാമത്തെ വാക്യം തന്നെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട, ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ആ തൻ്റെ സഹോദരന്മാരോട് കൂടി വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട,
ദൈവം എന്നെ നിങ്ങൾക്ക് മുന്നേ ഇങ്ങോട്ട് അയച്ചത് എന്തിനാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിനാൽ നിങ്ങൾ യാതൊന്നും നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ഇവിടെ യോസേഫ് തൻ്റെ ആ സഹോദരന്മാർക്ക് ആശ്വാസം അവിടെ പകരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തുടർന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ വചനം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അവിടെ 2 തീമോഥെയോസ് 3-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്ന വാക്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത്, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്നോയിലും അതുപോലെ തന്നെ ലിസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതെല്ലാറ്റിലും നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചു എന്നാണ് പറയുന്നത്. ദൈവവേളയിൽ, പ്രിയമുള്ളവരെ, ദൈവവേളയിൽ അനേകവിധമായ കഷ്ടതകൾ അനുഭവിച്ച വ്യക്തിയാണ് ആരാണ്? അപ്പോസ്തലനായ പൗലോസ്. ദൈവവേളയിൽ അനേക വിധത്തിലുള്ള കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട് നമ്മൾ മുന്നേറണം. തൻ്റെ ജീവിത അനുഭവത്തെക്കുറിച്ച് പൗലോസ് പറയുകയാണ്, ഞാൻ അനേക സ്ഥലങ്ങളിൽ, അന്ത്യോക്യയിലും അതുപോലെ തന്നെ ലുസ്ത്രയിലും അതുപോലെ പല ദേശങ്ങളിലും ഇക്കോനിയയിലും ഇവിടെയെല്ലാം എന്താണ് അനേക വിധത്തിൽ കഷ്ടതകൾ അനുഭവിക്കുവാൻ ഇടയായി. എന്നാൽ എൻ്റെ ദൈവം ഇവിടെ നിന്നെല്ലാം എന്നെ എന്ത് ചെയ്തു? ദൈവം വിടുവിച്ചു എന്ന് ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആയതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സമർപ്പണത്തോടുകൂടി നീ എന്തു തന്നെ ചെയ്താലും ശരി, ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ദൈവം നിന്നെ വിടുവിക്കും. എല്ലാ സകലവിധമായ തടസ്സങ്ങളും അതിജീവിച്ചുകൊണ്ട് മുന്നേറുവാനായിട്ട് വലിയവനായി ദൈവം നിന്നെ നയിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അവിടെ നമ്മൾ 2 തീമോഥെയോസ് 4-ാം അധ്യായം 18-ാമത്തെ വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. 18-ാമത്തെ വാക്യം എന്താണ് പറയുന്നതെന്ന് നോക്കാം. കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച് തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും. അവന് എന്നേക്കും മഹത്വം. ആമേൻ. എന്നെ എല്ലാവിധമായ കഷ്ടതയിൽ നിന്നും പ്രയാസത്തിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും എല്ലാം ദൈവം എന്നെ വിടുവിച്ച് അവൻ്റെ സ്വർഗീയ രാജ്യത്തിനായി എന്താണ് രക്ഷിക്കും. അവൻ എന്നേക്കും സ്തോത്രമെന്ന് ഇവിടെ തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ അതിൻ്റെ 4:18 നമ്മൾ വായിക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു വാക്യമാണ്. നിന്റെ വിശ്വാസ ജീവിതത്തെ ഒന്ന് തുലനം ചെയ്തു നോക്കുന്നതായ ഒരു വാക്യം തന്നെയാണ്. അങ്ങനെ വളരെ ചങ്കുറപ്പോടുകൂടി, വളരെ ദൃഢനിശ്ചയത്തോടുകൂടി ഒരു ദൃഷ്ടാന്തമായി മാറുവാനായിട്ട് ഇവിടെ കർത്താവായ ദൈവം പറഞ്ഞതായ ഈ ദൈവം നമുക്ക് നൽകിയ ഈ ഉപദേശത്തിന് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്ന വാക്യത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നിനക്ക് പറയുവാനായിട്ട് സാധിക്കുമോ? ദൈവം എന്നെ എല്ലാത്തിൽ നിന്നും ദൈവം എന്നെ വിടുവിക്കും, എന്നെ ദൈവം നയിക്കും, എന്നെ അനുഗ്രഹിക്കും, എൻ്റെ ദൈവം എന്നെ ആ സ്വർഗീയ രാജ്യത്തിനായി, ആ രക്ഷയ്ക്കായി ദൈവം എന്നെ കരുതുന്നവനാണ്, നയിക്കുന്നവനാണെന്ന് എത്ര പേർക്ക് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും? പ്രിയമുള്ളവരെ, ഈ അന്ത്യ കാലഘട്ടത്തിൽ നമ്മൾ അനേകരെന്താണ് വേദപുസ്തകം വായിക്കുന്നത്. ഈയിടെ ഞാൻ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ വായിച്ചു, ജോൺ നോട്ടൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെക്കുറിച്ച്. അദ്ദേഹം എന്താണ്, അവൻ കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് മലേറിയ പിടിപെട്ട് അവൻ മരിക്കുന്ന അവസ്ഥയിലായിരുന്നു. $1 കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് കീറിപ്പറിഞ്ഞ നിക്കറും ആ ഷർട്ടും ധരിച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ അപ്പനും അമ്മയും നഷ്ടപ്പെട്ട് അവൻ ആരോരുമില്ലാത്ത അവസ്ഥയിൽ അവൻ ഇറങ്ങിത്തിരിച്ചു. എന്നാൽ ദൈവം അവനെ വിടുവിച്ചു, സകല കാര്യങ്ങളിൽ നിന്നും വിടുവിച്ചു. ദൈവമേ, പ്രിയമുള്ളവരെ, ആ ദൈവം അവനെ വിടുവിച്ചത് കൊണ്ട് കർത്താവായ ദൈവം അവനെ ഉയർത്തി 70 പ്രാവശ്യം വചനം എന്താണ് വേദപുസ്തകം മുഴുവനുമായിട്ട് വായിക്കുവാനായിട്ട് ഈ ദൈവദാസന് സാധിച്ചു. 92 വയസ്സുവരെ ഈ ജോൺ നോട്ടന് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാനും അനേകരെ, പ്രത്യേകിച്ച് കാലിഫോർണിയയിൽ അനേകരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ജോൺ നോട്ടൻ ലബോർഗ് എന്ന് പറഞ്ഞ വ്യക്തിയെ ദൈവം എടുത്ത് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു 2 വയസ്സ് പ്രായമുള്ള ആ ബാലനെ ദൈവം നയിച്ചു, വിടുവിച്ചു, അനുഗ്രഹിച്ചു, സമർപ്പണമുള്ള ഒരു വ്യക്തിയായി തീർന്നു. അങ്ങനെ വലിയൊരു ദൈവത്തിൻ്റെ ഒരു ഉപകരണമായി മാറുവാനായിട്ട് ദൈവം സഹായിച്ചു. ഇതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു സമർപ്പണമുള്ളവരാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡെഡിക്കേഷനുള്ള വ്യക്തിയായി നിങ്ങൾ തീരുകയാണെങ്കിൽ, നിങ്ങളുടെ എല്ലാ തലങ്ങളിലും നിങ്ങൾ വളർന്നു വരുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, അതിൽ
അല്പം പോലും എന്താണ് അവിടെ കളവുന്നോ, അവിടെ അല്പം പോലും യാതൊരു വിധമായ ആ കറപ്ഷൻ യാതൊന്നുമില്ലാതെ എന്താണ് നിങ്ങളുടെ സമർപ്പണമുള്ള ഒരു വ്യക്തിയായി സേവനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നേറി വരുവാൻ സാധിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രിയമുള്ളവരെ, ഇവിടെ അതാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ ആ രാജ്യത്തിനായി ദൈവം നമ്മളെ വിടുവിച്ച് ദൈവം നമ്മളെ ഒരുക്കുമെന്നതിൽ യാതൊരുവിധമായ സംശയവുമില്ല. നമ്മൾ 2 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം നമുക്ക് പരിശോധിക്കാം. 2 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ, കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതികെട്ടവരെ വിശേഷാൽ മലിന മോഹങ്ങൾ കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവിധി ദിവസത്തിൽ എന്താ പറയുന്നത്, ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ എന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ്? കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും. പ്രിയമുള്ളവരെ, കർത്താവ് എന്താണ്? ഭക്തന്മാരെ പരീക്ഷകളിൽ നിന്നെല്ലാം ദൈവം വിടുവിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? ദൈവത്തിൻ്റെ മക്കളെ കർത്താവായി ദൈവം പരീക്ഷയിൽ നിന്ന് വിടുവിക്കുന്നു. അവന് ആ അന്ത്യനാളുകളിൽ അവന് ശക്തമായി തൻ്റെ ദാസന്മാരോട് ഇടപെടുകയും പരീക്ഷണങ്ങളിൽ നിന്ന് ദൈവം അവരെ വിടുവിക്കുകയും ദുഷ്ടന്മാർക്ക് എന്താണ് അവരെ ആ അന്ത്യനാശത്തിന് വേണ്ടി കാക്കുകയും ചെയ്യുന്നു എന്ന് ഇവിടെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, സമർപ്പണത്തിൻ്റെ അടയാളങ്ങളായി നാം മാറണം. പ്രിയമുള്ളവരെ, സമർപ്പണമുള്ള ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയായി നമ്മൾ മാറണം. ഇഫ് യു ഹാവ് ഡെഡിക്കേഷൻ യു വിൽ റിയലി കം അപ്പ് ഇൻ യുവർ ലൈഫ്. നമുക്ക് ജീവിതത്തിൽ സമർപ്പണമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉന്നത സ്ഥാനങ്ങളിൽ നിങ്ങൾ വളർന്നു വരുവാനായിട്ട് മുന്നേറുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുമെന്നതിൽ യാതൊരു വിധമായ സംശയവുമില്ല. സമർപ്പണം എന്നുള്ളത് അതൊരു ദൈവദാസൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. ഒരു സമർപ്പണം എന്നുള്ളത് ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഒരു അടയാളം തന്നെയാണ്. പ്രിയമുള്ളവരെ, 2 കൊരിന്ത്യർ അവിടെ 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 2 കൊരിന്ത്യർ അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും, അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വച്ചും ഇരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇത്ര ഭയങ്കരമായ അവസ്ഥകളിൽ നിന്ന് ദൈവം എന്നെ വിടുവിക്കും, ഞങ്ങളെ വിടുവിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഭയങ്കരമായ അവസ്ഥകളിൽ നിന്ന് ഏത് മേഖലകളിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് പോകുന്നതാണെങ്കിലും, എത്ര വലിയ ഭയാനകമായ അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിലും, പ്രിയമുള്ളവരെ, ദൈവം നമ്മളോട് കൂടെ ഇരിക്കും. ഞാൻ എൻ്റേതായ ആ കീഴിൽ സേവനം ചെയ്യുന്ന ആ പ്രിയമുള്ളവരുമായിട്ട് ഞങ്ങൾ കടന്നു ചെന്നു. എവിടെയാണ്? ആനയിരങ്കൽ എന്ന് പറഞ്ഞ പ്രദേശത്ത്, മൂന്നാറിലേക്ക് പോകുന്ന പ്രദേശമാണ് ആനയിരങ്കൽ. അവിടെ ആനയിരങ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആന എപ്പോഴും ഇറങ്ങുന്ന ഒരു സ്ഥലത്തിനാണ് ആനയിരങ്കൽ നിന്ന് പേര് പറയുന്നത്. ഞങ്ങൾ ഉണ്ടായിരുന്ന വാഹനത്തിൽ ആ ഡാമും പരിസരങ്ങളെല്ലാം ഞങ്ങൾ കണ്ടു. ആ മനോഹരമായ പ്രദേശങ്ങളിൽ ചില ചിത്രങ്ങളെല്ലാം ഞങ്ങൾ എടുത്തു. ഞങ്ങൾ അതിനുശേഷം സമയം വൈകിയപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് പോകാനുള്ള സമയമായി, ഇവിടെ നിൽക്കുന്നത് അത്ര നല്ലതല്ല, ആനകൾ വരുവാനുള്ള സമയമായി, അതുകൊണ്ട് നമ്മൾ ആപത്ത് വിളിച്ചു വരുത്താതെ നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് കടന്നു പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വാഹനത്തിൽ കയറി ഞങ്ങൾ വന്നു. പ്രിയമുള്ളവരെ, ഞങ്ങൾ ആ ആനയിരങ്കൽ ഡാമിൻ്റെ പ്രദേശം കഴിഞ്ഞ് ഏകദേശം ആ ചെറിയൊരു ഗ്രാമം, മൂലത്തുറ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രാമമുണ്ട്. അതിനിടയ്ക്ക് അവിടെ ആനകൾ എപ്പോഴും വഴിയിൽ കുറുകെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്ന പ്രദേശങ്ങളാണ്. പ്രതീക്ഷിക്കാതെ എപ്പം വേണമെങ്കിലും അവിടെ ഈ ആനകൾ കടന്നു വരും. ഞങ്ങൾ ആ പ്രദേശം വിട്ട് ഞങ്ങൾ കടന്ന് പോയി. എന്നാൽ ഞങ്ങൾക്ക് തൊട്ടുപുറകെ വന്നിരുന്ന ഓട്ടോ ആനകൾ വന്ന് മറിച്ചിട്ടു. അതിലുണ്ടായിരുന്ന വ്യക്തികളെ ഉപദ്രവിച്ചായിട്ട് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. പ്രിയമുള്ളവരെ, എത്ര അധികം ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു, എത്രയധികം ദൈവം അവൻ്റെ ചിറകിൻ കീഴിൽ നമ്മളെ കാത്തു പരിപാലിക്കുന്നു.
അവൻ നമ്മളെ എത്ര ഭയങ്കരമായ അവസ്ഥകളിലായിരുന്നാലും ശരി, ദൈവം നമ്മളെ വിടുവിക്കുമെന്നും ഇനിയും വിടുവിക്കുമെന്നും അവൻ എപ്പോഴും വിടുവിക്കുന്നവനാണ് എന്നുള്ള ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. സമർപ്പണമുള്ള വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ എപ്പോഴും വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തുവാനും അവർക്ക് ഏൽപ്പിച്ചതായ ദൗത്യങ്ങളിൽ അവർ മുന്നേറുവാനും ദൈവം സഹായിക്കുമെന്നതിൽ സംശയമില്ല. ആയതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, സമർപ്പണമുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് നിങ്ങളെ ദൈവം ഒരുക്കട്ടെ, നിങ്ങളെ ദൈവം വാർത്തെടുക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിലായിരുന്നാലും ശരി, നിങ്ങൾക്ക് സമർപ്പണമുണ്ടെങ്കിൽ മാത്രമേ ഒരു വിജയകരമായ ഒരു കുടുംബ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സമർപ്പണമുണ്ടെങ്കിൽ മാത്രമേ യൗവനക്കാരായിരിക്കുന്നവർ നിങ്ങളുടെ പരീക്ഷകളിൽ എഴുതി നല്ല രീതിയിൽ വിജയം കൈവരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സമർപ്പണം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വലിയ വലിയ സ്ഥാനങ്ങളിൽ ജോലികൾ നിങ്ങൾക്ക് ലഭിച്ച് വലിയ സ്ഥാനങ്ങളിൽ എത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതു തുറയായിരുന്നാലും ശരി, അത് ആത്മീയ തലമായിരുന്നാലും ശരി, അത് ഭൗതികമായ തലങ്ങളിലായിരുന്നാലും ശരി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമർപ്പണമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ജീവിതത്തിൽ മുന്നേറുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു പ്രിയമുള്ളവരെ. ആയതിനാൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് ആഹ്വാനം ചെയ്യുന്ന പ്രകാരം നമ്മൾ എപ്പോഴും എന്താണ് ഒരു വലിയ സമർപ്പണത്തിൻ്റെ ഒരു അടയാളങ്ങളായി നമ്മൾ എപ്പോഴും മാറുകയാണെങ്കിൽ നന്നായിരിക്കും. യോന പ്രവാചകനെ കർത്താവായ ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചു. ആ ദൗത്യത്തിൽ നിന്ന് ആ കർത്തവ്യം നിറവേറ്റുവാനും അങ്ങനെ ആ ദേശം മുഴുവനും രക്ഷയിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം എളിയ ഉപകരണമായ യോനയിലൂടെ തന്നെ ആ ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചു പ്രിയമുള്ളവരെ. എന്നാൽ അവിടെ ഒരു സമർപ്പണമില്ലാത്ത ഒരു മനോഭാവം യോനയുടെ ജീവിതത്തിലുണ്ടായി. ആയതിനാൽ കപ്പലിൽ സുഖമായി സഞ്ചരിച്ച് ആ നിനവയിലേക്ക് എത്തുന്നതിന് പകരമായി അവനെ നിർബന്ധിച്ച് അവനെ ഒരു മത്സ്യത്തിൻ്റെ വയറ്റിൽ അവൻ സഞ്ചരിക്കേണ്ടതായ ഒരു അവസ്ഥ അവന് ഉണ്ടായി. എന്നാൽ ആ അനുഭവത്തിന് ശേഷം അവിടെ യോന പറയുന്നത് എന്താണ് പറയുന്നത്? അവൻ പറയുകയാണ്, രക്ഷ യഹോവയിൽ നിന്ന് ഇവിടെ വരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. രക്ഷ, ആമേൻ, ദൈവത്തിന് സ്തോത്രം. രക്ഷ എന്നുള്ളത് അത് ദൈവത്തിൽ നിന്ന് തന്നെ വരുന്നു, അത് യഹോവയിൽ നിന്ന് വരുന്നു. സമർപ്പണമുള്ളവനായി കാണപ്പെട്ടപ്പോൾ അവൻ ആ ദേശത്തെ മുഴുവനും അവൻ രക്ഷയിലേക്ക് അവന് നയിക്കുവാനായിട്ട് സാധിച്ചു പ്രിയമുള്ളവരെ. 40 ദിവസത്തിനുള്ളിൽ ഇവിടെ ഈ നഗരം ഇത് ദൈവം നശിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. അതിനാൽ മാനസാന്തരപ്പെടണമെന്നുള്ള ശക്തമായ ഒരു ദൗത്യത്തിൻ്റെ ഒരു വലിയൊരു ആഹ്വാനം നൽകുവാനായിട്ട് ആ ദൗത്യ നിർവഹണം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. ആയതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾ സമർപ്പണമുള്ളവരായി നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങളുടെ ഭവനങ്ങളിലായിരുന്നാലും ശരി, നിങ്ങൾ പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളിലായിരുന്നാലും ശരി, നിങ്ങൾ അനേക കാര്യങ്ങളിൽ സമർപ്പണം ഇല്ലാതെ വരുമ്പോൾ വീഴ്ചകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. എന്നാൽ സമർപ്പണമുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും മുന്നേറ്റവും വിജയവും പ്രശംസയും നിങ്ങൾക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും എന്ന് പ്രത്യേകിച്ച് നിങ്ങൾ സമർപ്പണമുള്ളവരായി മാറുവാനായിട്ട് എന്നെയും നിങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, കർത്താവേ, ഞങ്ങൾ സമർപ്പണമുള്ളവരായി ദൈവമേ കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരായി ഏൽപ്പിച്ച ദൗത്യങ്ങൾ അത് കൃത്യമായി നിറവേറ്റിക്കൊണ്ട് ദൈവത്തിന് മനുഷ്യർക്കും കർത്താവ് പ്രിയമുള്ളവരായി ജീവിക്കുവാനായിട്ട് അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി അടിയങ്ങളെ മാത്രമല്ല അനേകരെ ഒരുക്കുന്നവരായി ജീവിപ്പാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ തന്നെ നാം യാചിച്ചുകൊള്ളുന്ന പ്രാർത്ഥനകൾക്ക് നല്ല ദൈവമേ, ആമേൻ. നന്ദി, നമസ്കാരം.